ഹലോ എവ്രി വൺ, വെൽക്കം ടു ഷാഡോ അക്കാഡമി. ഇന്നത്തെ നമ്മുടെ വീഡിയോ 6ാം ക്ലാസ്സിലെ സയൻസിലെ ചാപ്റ്റർ 2 ആണ് നമ്മൾ നോക്കുന്നത്. NCERTയുടെ ആണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ചാപ്റ്റർ 2, ഡൈവേഴ്സിറ്റി ഇൻ ദ ലിവിങ് വേൾഡ്, അതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അതിൽ ആദ്യമൊന്നും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അത്രയ്ക്കില്ല. അപ്പോൾ നമുക്ക് കുറച്ച് ഫോർവേഡ് ചെയ്യാം. ഇവിടെ തൊട്ടാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നത്. ഓക്കെ, സോ ട്രീ, അങ്ങനെ പ്ലാന്റിൻ്റെ പല പല ഡിവിഷൻസിനെ പറ്റിയാണ് പറയുന്നത്. ട്രീ, ഷ്രബ്, ഹേർബ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ട്രീ എന്താണെന്ന് അല്ലേ. ട്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോളായിരിക്കും, ഹാർഡായിരിക്കും, തിക്ക് ബ്രൗൺ കളറായിരിക്കും, വുഡി സ്റ്റെം ആയിരിക്കും. അതൊക്കെ നമുക്കറിയാം. ടിപ്പിക്കലി അത് സ്റ്റാർട്ട് ചെയ്ത് ബ്രാഞ്ച് ചെയ്ത് മുകളിലോട്ട് പോകും അല്ലേ. അതിനെയാണ് നമ്മൾ ട്രീസ് എന്ന് പറയുന്നത്. ഓക്കെ, എക്സാമ്പിൾ മാംഗോ ട്രീ. അതൊന്നും നമുക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, എല്ലാം ഭയങ്കര സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോവാം, അടുത്ത സെക്ഷനിലോട്ട് പോവാം. അതായത് അടുത്തത് നമ്മൾ നോക്കുന്നത് ഷ്രബിനെ പറ്റിയാണ്. ഷ്രബ് എന്ന് പറയുമ്പോൾ ട്രീയുടെ അത്ര തിക്നെസ് സ്റ്റെമ്മിന് കാണത്തില്ല, അറിയാം. അതേപോലെ തന്നെ സ്റ്റെം ഹാർഡായിരിക്കും, പക്ഷേ ട്രീയിൽ അത്ര തിക്കായിരിക്കത്തില്ല. അത്രേ ഉള്ളൂ. ഹാർഡ് സ്റ്റെമ്മാണ്, പക്ഷേ ട്രീയിൽ അത്ര തിക്കായിരിക്കത്തില്ല. ഷ്രബിന് ഒരു എക്സാമ്പിൾ ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ റോസാ ചെടി ഒരു ഷ്രബിൻ്റെ എക്സാമ്പിളാണ്. ചിലപ്പോൾ പലർക്കും ഇത് അറിയില്ലായിരുന്നായിരിക്കും, ഇപ്പോൾ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത് തന്നെ. അങ്ങനെ ഇതാ തിക്ക് സ്റ്റെമ്മാണ്, പക്ഷേ ട്രീയിൽ അത്ര തിക്കല്ല. ഗ്രൗണ്ടിന് ക്ലോസർ ആയിരിക്കും അതിൻ്റെ ഹൈറ്റ്, ഒരുപാട് ഹൈറ്റ് ഒന്നും വയ്ക്കത്തില്ല. ഗ്രൗണ്ടിന് ക്ലോസറായിട്ട് തന്നെ ആയിരിക്കും അത് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഷ്രബിൻ്റെ ഒരു എക്സാമ്പിൾ. ഷ്രബിൻ്റെ എക്സാമ്പിൾ അപ്പം റോസ്. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്ന ഹെർബ്സ് ആണ്. ഹെർബ് എന്നൊക്കെ പറയും, പക്ഷേ അതിൻ്റെ പ്രൊനൗൺസിയേഷൻ ശരിക്കും ഹെർബ് എന്നാണ്. അപ്പോൾ നിങ്ങളത് നോക്കുക. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മോൾ വിത്ത് സോഫ്റ്റ് ആൻഡ് ഗ്രീൻ സ്റ്റെംസ് ആണ്. ചെറുതായിരിക്കും, നമ്മളെ റോസ് പ്ലാന്റ് പോലെ തന്നെ ചെറുതായിരിക്കും, ഗ്രൗണ്ടിനോട് ചേർന്ന്. പക്ഷേ ഇവിടെ നോക്കിയാൽ സ്റ്റെംസ് അത്രയ്ക്ക് കട്ടിയുള്ളതല്ല, സോഫ്റ്റാണ്. അതേപോലെ തന്നെ ഷ്രബിനെ പോലെ ഹൈറ്റ് കുറവാണ്, ഗ്രൗണ്ടിനോട് ചേർന്നായിരിക്കും ഇതും ഉണ്ടാകുന്നത്. ഗ്രീൻ കളറ് സ്റ്റെം ആയിരിക്കും, ഇതിനും ഗ്രീൻ കളറാണ്, പക്ഷേ ഇവിടെ ഹാർഡാണ്. ഓക്കെ, ഇനി 2 ടൈപ്പാണ് നമുക്ക് നോക്കാനുള്ളത്. ഒന്ന് ക്ലൈംബേഴ്സും ക്രീപ്പേഴ്സും. ക്ലൈംബേഴ്സ് എന്താണ്, പേര് പോലെയാണ്, വീക്ക് സ്റ്റെമ്മാണ്. അപ്പോൾ അവർക്ക് സപ്പോർട്ട് വേണം, അതിനുവേണ്ടി അവർ ഓരോന്നിനെ ക്ലൈംബ് ചെയ്ത് പോകും. നമ്മുടെ പിച്ചി ചെടിയൊക്കെ നോക്കിയാൽ മതി. ഓക്കെ, പിന്നെ ക്രീപ്പേഴ്സ് നമ്മളെ തറയിൽ കൂടെ പോകുന്ന, തറയിൽ ക്രീപ്പ് അലോങ് ചെയ്യും. ക്രീപ്പിംഗ് മീൻസ് ഇങ്ങനെ തറയിൽ കൂടെ പടർന്നു പോകുന്ന എന്നുള്ളൊരു മീനിങ് ആണ്. അപ്പോൾ തറയിൽ കൂടെ പടർന്നു പോകുന്നതാണെങ്കിൽ അതിനെ നമ്മൾ ക്രീപ്പേഴ്സ് എന്ന് പറയും. സിമ്പിളാണ്. ഇനി അടുത്ത് നമ്മൾ ടൈപ്സ് ഓഫ് വീനേഷനാണ് നോക്കുന്നത്. ടൈപ്സ് ഓഫ് വീനേഷനാണ് നോക്കുന്നത്. എന്താണ് ആദ്യം അതിന് വെയിൻസ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വെയിൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലീവ്സ്, എല്ലാ പ്ലാന്റിനും ലീവ്സ് ഉണ്ട്. ഈ ലീവ്സിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് തിന്നായിട്ടുള്ള വരകൾ കാണും. ഈ വരകളിനെയാണ് വെയിൻസ് എന്ന് പറയുന്നത്. ഈ വരയുടെ ബേസിസിൽ നമുക്ക് വീനേഷൻ എന്ന് പറഞ്ഞ് നമുക്ക് ഓരോ ടൈപ്പായിട്ട് പ്ലാന്റ്സിനെ തിരിക്കാം. ഓക്കെ, ഈ പാറ്റേൺ ഓഫ് വെയിൻസ്, ഈ വരയുടെ പാറ്റേണിനെയാണ് നമ്മൾ വീനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ചില ചെടികൾക്ക് വീനേഷൻ ചില രീതിയിൽ കാണും, ചില ചെടികൾക്ക് വേറൊരു രീതിയിലായിരിക്കും. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കി വെച്ചേക്കുക. അപ്പോൾ ഏതൊക്കെ ടൈപ്പ് വീനേഷൻ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഒന്ന് റെറ്റിക്കുലർ വീനേഷൻ, ഇതേപോലെ ബ്രാഞ്ചായിട്ട് പോകുന്നതാണ് റെറ്റിക്കുലർ വീനേഷൻ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ചെമ്പരത്തി ചെടി, ഹിബിസ്കസ് ലീഫിൻ്റെ എക്സാമ്പിളാണ് ഇവിടെ നമ്മൾ പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത പാരലൽ വീനേഷൻ. കണ്ടോ, പാരലലായിട്ട് ഇങ്ങനെ വെയിൻസ് പോകുന്നുണ്ടോ, അതിനെയാണ് നമ്മൾ പാരലൽ വീനേഷൻ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ബനാന ലീഫിൻ്റെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, അതേപോലെ നമ്മുടെ ടിപ്പിക്കലായിട്ടുള്ള മിക്ക ഗ്രാസിൻ്റെ ലീഫിനും പാരലൽ വീനേഷൻ ആയിരിക്കും, ഇങ്ങനെ ആയിരിക്കും വീനേഷൻ പോയിട്ടുള്ളത്. ഓക്കെ, സിമ്പിളാണ്. അതവിടെ പറഞ്ഞിട്ടുണ്ട്. നെറ്റ് ലൈക്ക് പാറ്റേൺ ആണെങ്കിൽ അത് നമ്മുടെ റെറ്റിക്കുലർ വീനേഷൻ ആയിരിക്കും. അതിനൊരു നടുക്കൊരു മിഡിൽ തിക്ക് വെയിൻ ഉണ്ടാവും. ഇങ്ങനെയല്ലേ പോകുന്നത്, മിഡിലൊരു തിക്ക് വെയിൻ ഉണ്ടാവും റെറ്റിക്കുലർ വീനേഷൻ ആണെങ്കിൽ. അടുത്തത് നമ്മൾ നോക്കുന്നത് ഹിബിസ്കസ്. അപ്പോൾ ഇവിടെ എക്സാമ്പിൾ ഹിബിസ്കസിനെ പറ്റിയാണ് പറഞ്ഞേക്കുന്നത് റെറ്റിക്കുലർ വീനേഷൻ്റെ കാര്യത്തിന്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ പാരലൽ വീനേഷനാണ് വരുന്നത്.
ഇതിൽ ബേസിക്കലി എന്താണ്, വെയിൻസ് റൺ പാരലലായിട്ട് ഇങ്ങനെ റൺ ആവും, അത്രേ ഉള്ളൂ, സിമ്പിൾ. ബനാന ലീഫിൻ്റെ എക്സാമ്പിളോടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അടുത്ത നമുക്ക് നോക്കാനുള്ളത് ടൈപ്പ് ഓഫ് റൂട്ട്സ് ആണ്. 2 ടൈപ്പ് റൂട്ട് സിസ്റ്റമാണ് ഇവിടെ മെയിനായിട്ട് പറയുന്നത്, ടാപ്പ് റൂട്ട് സിസ്റ്റവും ഫൈബ്രസ് റൂട്ട് സിസ്റ്റവും. ഓക്കെ, ടാപ്പ് റൂട്ട് സിസ്റ്റം ഉള്ളത് നമ്മുടെ മസ്റ്റേർഡ് പ്ലാന്റ് ആണ്, കടുക്. ഫൈബ്രസ് റൂട്ട് ഉള്ളത് നമ്മുടെ കോമൺ ഗ്രാസ് ആണ്. നമ്മളിങ്ങനെ ചെടിയൊക്കെ ഗാർഡനിൽ നിൽക്കുമ്പോഴൊന്ന് ജസ്റ്റ് ഒന്ന് പറിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഇത് വളരെ കോമൺ ആയിട്ട് നമ്മൾ കാണുന്നതാണ്, പുല്ലൊക്കെ പറിച്ച് കളയുമ്പോഴേ. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, മിക്കവർക്കും അറിയായിരിക്കും. അഥവാ ഇനി ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി നോക്കുമ്പോൾ ഒന്ന് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇതിലെന്താണ് നമുക്ക് നോക്കാനുള്ളത്, ടാപ്പ് റൂട്ട് സിസ്റ്റം എങ്ങനെയാണെന്നാണ് നോക്കാനുള്ളത്. പിന്നെ ഫൈബ്രസ് റൂട്ട് സിസ്റ്റം എങ്ങനെയാണെന്ന് നോക്കണം. ടാപ്പ് റൂട്ട് സിസ്റ്റം ആണെങ്കിൽ ഒരു മെയിൻ റൂട്ടും കാണും, പിന്നെ അതിൻ്റെ സൈഡിൽ നിന്ന് കുറേ സ്മോളർ റൂട്ട്സ് അറൈസ് ചെയ്യും. അതിനെയാണ് ടാപ്പ് റൂട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. അതാ കണ്ട, മെയിൻ റൂട്ടുണ്ട്, അവിടെ നിന്ന് പിന്നെ അറൈസ് ചെയ്ത് വേറെ സ്മോളർ റൂട്ട്സ് വരും. അതാണ് നമ്മുടെ ടാപ്പ് റൂട്ട് സിസ്റ്റം. ഇനി ഫൈബ്രസ് റൂട്ട് സിസ്റ്റം എങ്ങനെയാണെന്ന് നോക്കാം. ഫൈബ്രസ് റൂട്ട് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് എ ബഞ്ച് ഓഫ് സിമിലർ സൈസ്ഡ് തിൻ റൂട്ട്സ്. ഒരേ സൈസുള്ളതല്ലാണ് ഇവിടെ കാണിച്ചേക്കുന്നത്, ഏകദേശമൊക്കെ ഒരേ സൈസല്ലേ. ഇത് നമ്മുടെ ബേസിൽ നിന്ന്, അതായത് കണ്ട ബേസ് ഓഫ് ദ സ്റ്റെമ്മിൻ്റെ ബേസിൽ നിന്ന് ഒരേപോലെ അറൈസ് ചെയ്യുന്ന സിസ്റ്റം ഓഫ് റൂട്ട്സിനെയാണ് നമ്മൾ ഫൈബ്രസ് റൂട്ട്സ് എന്ന് പറയുന്നത്. സിമ്പിളല്ലേ, അല്ലധികം ആലോചിക്കാനൊന്നുമില്ല. ഇനി കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ എടുത്ത് പറയാതെ സൈഡിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ ഇതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ പറയാൻ പറ്റില്ല. അപ്പോൾ ശതബഹർ പ്ലാന്റ് എന്ന് പറയുന്നൊരു പ്ലാന്റിനെ പറ്റി ഇവിടെ പറയുന്നുണ്ട്. അതിന് ടാപ്പ് റൂട്ട് സിസ്റ്റം ആണെന്ന് പറയുന്നുണ്ട്. അതിന് ടാപ്പ് റൂട്ട് സിസ്റ്റവും അതിൻ്റെ ലീവ്സ് റെറ്റിക്കുലർ വീനേഷൻ ഉള്ളതാണെന്നും പറയുന്നുണ്ട്. അതേപോലെ നമ്മുടെ ലെമൺ ഗ്രാസ്, അതിന് പാരലൽ വീനേഷൻ ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ ഒരു പാറ്റേൺ വെച്ച് നോക്കുകയാണെങ്കിൽ ജനറലി നമ്മുടെ പ്ലാന്റ്സ് റെറ്റിക്കുലർ വീനേഷനാണ് കാണിക്കുന്നതെങ്കിൽ അവർക്ക് ടാപ്പ് റൂട്ട് സിസ്റ്റം ആയിരിക്കും. അതേസമയം പാരലൽ വീനേഷൻ ആണെങ്കിൽ അവർക്ക് ഫൈബ്രസ് റൂട്ട് സിസ്റ്റം ആയിരിക്കും. ജനറൽ ആയിട്ടുള്ളൊരു കാര്യമാണ് പറയുന്നത്. ഓക്കെ, പിന്നെ ഒരു എക്സാമ്പിൾ ഇതായി ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ചിക്ക് പീ, നമ്മുടെ കടലയ്ക്ക് ടാപ്പ് റൂട്ട് സിസ്റ്റമാണ്. അതിൻ്റെ വീനേഷൻ വന്നിട്ട് റെറ്റിക്കുലർ വീനേഷനാണ്. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ ജനറൽ കേസ് പോലെ ടാപ്പ് റൂട്ട് ആണെങ്കിൽ റെറ്റിക്കുലർ വീനേഷൻ, ടാപ്പ് റൂട്ടാണ് റെറ്റിക്കുലർ വീനേഷനാണ്. ഓക്കെ, സിമ്പിൾ. അതേപോലെ വീറ്റ് ഫൈബ്രസ് റൂട്ടാണ്, പാരലൽ വീനേഷനാണ്. ഇതേപോലെ അല്ലേ ജനറൽ കേസ് നമ്മൾ നേരത്തെ പറഞ്ഞ പാരലൽ വീനേഷൻ ആണെങ്കിൽ ഫൈബ്രസ് റൂട്ടായിരിക്കും. സിമ്പിൾ. അപ്പോൾ എക്സാമ്പിൾസ് ഒന്ന് നോക്കിക്കോടാ. ശതബഹർ പ്ലാന്റ് ടാപ്പ് റൂട്ട് ആണ്, റെറ്റിക്കുലർ വീനേഷനാണ്. ലെമൺ ഗ്രാസ് ഫൈബ്രസ് റൂട്ടാണ്, പാരലൽ വീനേഷനാണ്. പിന്നെ നമ്മുടെ ചിക്ക് പീ, കടല, ടാപ്പ് റൂട്ട് സിസ്റ്റമാണ്, റെറ്റിക്കുലർ വീനേഷനാണ്. വീറ്റ് ഫൈബ്രസ് റൂട്ടാണ്, പാരലൽ വീനേഷനാണ്. ഓക്കെ, സിമ്പിൾ. അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഡൈക്കോട്സിനെയും മോണോക്കോട്ടിനെയും പറ്റിയാണ്. ഓക്കെ, അത് ബേസിക്കലി സീഡിനെ പറ്റിയാണ്. അതായത് നമ്മളൊരു കടല, നേരത്തെ പറഞ്ഞ കടല നമ്മൾ എക്സാമ്പിളായിട്ട് എടുക്കുകയാണെങ്കിൽ കടലയെ നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. അതായത് ഇതേപോലെ സ്പ്ലിറ്റ് ചെയ്യാം, നമുക്ക് കടലയെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഓക്കെ, ഈ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഓരോ പാർട്ടിനെയും നമ്മൾ കോട്ടിലിഡോൺ എന്നാണ് പറയുന്നത്. ഓക്കെ, കോട്ടിലിഡോൺ എന്നാണ് ഈ ഓരോ പാർട്ടിനെയും നമ്മൾ പറയുന്നത്. ഇനി plants that have seeds with 2 cotyledons are called dicotyledons. അപ്പോൾ 2 കോട്ടിലിഡോൺ ഉണ്ടെങ്കിൽ അതിനെ ഡൈക്കോട്ട് എന്ന് പറയും. ഡൈക്കോട്ട് സീഡാണ് നമ്മുടെ ചിക്ക് പീ, കടല. ഇനി ഒരെണ്ണേ ഉള്ളൂ, ഒരു കോട്ടിലിഡോണേ ഉള്ളൂ, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? മോണോകോട്ടിലിഡോൺ. സിമ്പിൾ. മെയ്സ് അത് മോണോകോട്ടിലിഡോണിന് ഒരു എക്സാമ്പിളാണ് കേട്ടോ. ഇനി വേറെ എന്തെങ്കിലും നമ്മുടെ വീനേഷനും റൂട്ട് സിസ്റ്റവും ഈ ഡൈക്കോട്ട് അല്ലെങ്കിൽ മോണോകോട്ടിസോ ആയിട്ട് എന്തെങ്കിലുമൊക്കെ കണക്ഷൻ ഉണ്ടോ എന്നാണ് നമ്മൾ ഇനി നോക്കുന്നത്. അപ്പോൾ ഡൈക്കോട്ട് പ്ലാന്റ്സിന് റെറ്റിക്കുലർ വീനേഷൻ ആയിരിക്കും യൂഷ്വലി കാണിക്കുന്നത്. അതേപോലെ തന്നെ റെറ്റിക്കുലർ വീനേഷൻ ആയതുകൊണ്ട് ടാപ്പ് റൂട്ട് സിസ്റ്റം ആയിരിക്കും. ഇനി നമ്മുടെ മോണോകോട്ട് പ്ലാന്റ് ആണെങ്കിൽ പാരലൽ വീനേഷൻ ആയിരിക്കും, ഫൈബ്രസ് റൂട്ട് സിസ്റ്റം ആയിരിക്കും. സിമ്പിളാണേ, ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഒന്നുകൂടെ നോക്കിക്കോടാ. ഡൈക്കോട്ട് പ്ലാന്റ് ആണെങ്കിൽ റെറ്റിക്കുലർ വീനേഷൻ ആയിരിക്കും. ഡൈക്കോട്ട് എന്ന് പറഞ്ഞപ്പോൾ എന്താ? ഇതേപോലെ 2 കോട്ടിലിഡോണുള്ളതാണ് ഡൈക്കോട്ട് പ്ലാന്റ്. ഡൈക്കോട്ട് പ്ലാന്റ് ആണെങ്കിൽ റെറ്റിക്കുലർ വീനേഷൻ ആയിരിക്കും. റെറ്റിക്കുലർ ആയതുകൊണ്ട് ടാപ്പ് റൂട്ട് ആയിരിക്കും സിസ്റ്റം, നമ്മുടെ റൂട്ട് സിസ്റ്റം. മോണോകോട്ട് പ്ലാന്റ് ആണെങ്കിൽ പാരലൽ വീനേഷൻ ആയിരിക്കും. മോണോകോട്ടിന് എക്സാമ്പിൾ എന്തുണ്ട്? മെയ്സ് ഉണ്ട്.
മെയ്സിന് പാരലൽ വീനേഷനാണ്. നിങ്ങൾ നോക്കിയാൽ മതി മെയ്സിൻ്റെ ചെടി. മെയ്സ് പാരലൽ വീനേഷൻ ആയതുകൊണ്ട് തന്നെ ഫൈബ്രസ് റൂട്ട് സിസ്റ്റമാണ്. സിമ്പിൾ. നമ്മൾ ആദ്യം പറഞ്ഞ ജനറൽ കേസ് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ. ഓക്കെ, ഇവിടെ ഒന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളില്ല. ഇനി ഇതാ ഇങ്ങനെയുള്ള ബോക്സിൽ വന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഒരു തവണയെങ്കിലും വായിച്ച് നോക്കണം കേട്ടോ. ഇവിടെ ആരെ പറ്റിയാണ് പറയുന്നത്? ജാനകി അമ്മാളിനെ പറ്റിയാണ് പറയുന്നത്. 1897 മുതൽ 1984 വരെയാണ് പുള്ളിക്കാരി ജീവിച്ചിരുന്നത്. ആരായിരുന്നു പുള്ളിക്കാരി? ഇന്ത്യൻ ബോട്ടണിസ്റ്റ് ആയിരുന്നു. ഓക്കെ, പുള്ളിക്കാരിയുടെ വർക്കൊക്കെ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് എൻവയോൺമെൻറ്റൽ വർക്കിന് വേണ്ടിയിട്ടായിരുന്നു. ഷീ ഓൾസോ ഹെൽപ്ഡ് ടു ഡോക്യുമെൻറ്റ് ആൻഡ് പ്രിസർവ് ഇന്ത്യാസ് റിച്ച് പ്ലാന്റ് ബയോഡൈവേഴ്സിറ്റി. അപ്പോൾ ഇതൊക്കെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിട്ട് വേണമെങ്കിൽ വരാം. അടുത്ത നോക്കിക്കേ. ഷീ പ്ലേഡ് എ കീ റോൾ ഇൻ ദ സേവ് സൈലൻറ്റ് വാലി മൂവ്മെൻറ്റ്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാം. താഴെ പറയുന്നവരിൽ ആരാണ് സൈലൻറ്റ് വാലി മൂവ്മെൻറ്റിൽ പങ്ക് വഹിച്ചിട്ടുള്ളതെന്നൊരു ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ ഇതൊക്കെ ഇവിടെ നിന്നൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. അതുകൊണ്ടാണ് NCERT SCERT ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറയുന്നത്. ഇപ്പോൾ ജസ്റ്റ് നമ്മളിത് ഒരു തവണ വായിച്ചാൽ തന്നെ നമുക്ക് ഇനി ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഓപ്ഷൻ ഈ കാണുമ്പോൾ തന്നെ നമുക്ക് ആൻസർ കത്തിക്കോളും. ഓക്കെ, അതാ പുള്ളിക്കാരി സേവ് സൈലൻറ്റ് വാലി മൂവ്മെൻറ്റ്, നമ്മളെ സൈലൻറ്റ് വാലി മൂവ്മെൻറ്റിന് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ വഹിച്ചിട്ടുള്ള ഒരാളാണ് ജാനകി അമ്മാൾ. ഓക്കെ, ആസ് ദ ഹെഡ് ഓഫ് ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഷീ ഇനിഷ്യേറ്റഡ് പ്രോഗ്രാംസ് ടു ഡോക്യുമെൻറ്റ് ദ പ്ലാന്റ് ഡൈവേഴ്സിറ്റി ഓഫ് ഇന്ത്യ. പുള്ളിക്കാരി മെയിനായിട്ട് വർക്ക് ചെയ്തിരുന്നത് ഇന്ത്യയുടെ റിച്ച് പ്ലാന്റ് ഡൈവേഴ്സിറ്റി, ബയോഡൈവേഴ്സിറ്റി പ്രിസർവ് ചെയ്യാനും അത് ഡോക്യുമെൻ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടായിരുന്നു. ഓക്കെ, ഇത്ര മതി. ഇനി ഇതാ സൈലൻറ്റ് വാലിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. സോ ബേസിക്കലി എന്താണ്? റിയൽ സ്റ്റോറിയാണ്. നമുക്കറിയാം ഫോറസ്റ്റിനെ പറ്റിയുള്ളൊരു സ്റ്റോറിയാണ്. എവിടെയാണ് സൈലൻറ്റ് വാലി? പാലക്കാട് ഡിസ്ട്രിക്റ്റിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇറ്റ് ഈസ് അബൌട്ട് പ്രിസർവിങ് അൺടച്ച്ഡ് ബ്യൂട്ടി ഓഫ് എ മോയിസ്റ്റ് എവർഗ്രീൻ ഫോറസ്റ്റ് ആൻഡ് ഇറ്റ്സ് റിച്ച് ബയോഡൈവേഴ്സിറ്റി. ബേസിക്കലി ആ കാടിനെ സംരക്ഷിക്കുക എന്നുള്ളൊരു മൂവ്മെൻ്റ് ആയിരുന്നു ഈ സൈലൻറ്റ് വാലി മൂവ്മെൻറ്റ്. Now famous Silent Valley was saved by a remarkable movement led by common people. അപ്പോൾ ആരായിരുന്നു ഇത് ലീഡ് ചെയ്യുന്നത്? കോമൺ പീപ്പിൾ ആയിരുന്നു. ഓക്കെ, ഹൂ വെയർ നോട്ട് ഈവൻ റിസൈഡിങ് ഇൻ ദ വിസിനിറ്റി ഓഫ് ദ ഫോറസ്റ്റ്. അതിൻ്റെ ഏരിയ പോലും താമസിക്കാത്തവരാണ് അപ്പോൾ സൈലൻറ്റ് വാലിക്ക് വേണ്ടിയിട്ട് എന്താ പറയണ്ട മൂവ്മെൻറ്റ് ലീഡ് ചെയ്തത്. ഓക്കെ, എന്തായിരുന്നു ബാറ്റിൽ അവരുടെ? ബാറ്റിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രൊപ്പോസൽ ഉണ്ടായിരുന്നു. ഒരു ഹൈഡ്രോ ഇലക്ട്രിക് ഡാം കുന്തിപ്പുഴ റിവറിനെ അക്രോസ് ആയിട്ട് ബിൽഡ് ചെയ്യാനായിട്ടൊരു ഹൈഡ്രോ ഇലക്ട്രിക് ഡാമിൻ്റെ ഒരു പ്രോജക്റ്റ് അവിടെ പ്രൊപ്പോസലിന് കൊടുത്തിരുന്നു. ഓക്കെ, അപ്പോൾ ഇത് 10 വർഷം ഇത് പെർസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു മൂവ്മെൻറ്റ് പെർസിസ്റ്റ് ചെയ്തു. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഈ സൈലൻറ്റ് വാലി മൂവ്മെൻറ്റ്. അതുകൊണ്ടാണ് അവരിങ്ങനെ ബോക്സിനകത്താക്കി കൊടുത്തിട്ടുള്ളത്. ഓക്കെ, at the time people used all possible available means such as widespread news awareness program, editorials, articles, newspaper, seminar. Okay, basically അവർ പറ്റുന്ന അത്ര മീൻസിലൂടെ ഈ ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയായിരുന്നു. അത്രയേ ഉള്ളൂ. അങ്ങനെ ഈ മൂവ്മെൻറ്റ് സക്സസ്ഫുള്ളായി. സൈലൻറ്റ് വാലി സേവ് ചെയ്യുക. സിമ്പിൾ. ഇനി ഇതൊന്നും വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് ഇതാ ഇവിടെയാണ് വരുന്നത്. ഇപ്പോൾ ഇതിൽ പ്ലാന്റ്സിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റിയാണ് പറയുന്നത്. ഓക്കെ, ഇതാ ഇവിടെ നോക്കിയ ഡിയോദർ നമ്മുടെ ട്രീ ആണിത്. ഇത് നമ്മുടെ ഹിമാചൽ പ്രദേശിൽ കാണപ്പെടുമെന്നാണ് പറയുന്നത്, ഡിയോദർ ട്രീസ്. ഓക്കെ, അപ്പോൾ ഈ ട്രീസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് കോണിക്കൽ ഷേപ്പിലാണ് ഇരിക്കുന്നത്. ഓൾസോ ഇത് ഫ്ലെക്സിബിളാണ്. ഇപ്പോൾ ഈ ഇതൊക്കെ ഫ്ലെക്സിബിളാണ്. ഈ ബ്രാഞ്ചസ് ഇങ്ങനെ നിൽക്കുന്നത് ഫ്ലെക്സിബിളാണ്. ഓൾസോ ഇത് സ്ലോപ്പിംഗ് ബ്രാഞ്ചസുമാണ്. അതെന്തിനാണെന്ന് ഞാൻ പറയാം അങ്ങോട്ട് പോകുമ്പം. ജസ്റ്റ് ഇതൊന്ന് അറിഞ്ഞിരിക്കുക. അതേപോലെ കാക്ടസ് ഇതാ നോക്കിക്കുക. കാക്ടസ് തിക്കാണ്, ഫ്ലഷി ആയിട്ടാണ് ഇരിക്കുന്നത് കാക്ടസ് അല്ലേ. അടുത്ത നമുക്ക് നോക്കാം. ഈ കാക്ടസ് ഫ്ലഷി ആയിരിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അത് നമുക്കറിയാം, ഡെസേർട്ടിൽ ഓബ്വിയസ്ലി വെള്ളം കുറച്ചേ ലഭ്യമാവുള്ളൂ അല്ലേ. അപ്പോൾ ഈ ഫ്ലഷി സ്റ്റെംസിനകത്ത് കാക്ടസ് വെള്ളമാണ് സ്റ്റോർ ചെയ്തേക്കുന്നത് ബേസിക്കലി. അപ്പോൾ അതുവഴി അവർക്ക് ഈ ഹോട്ടായിട്ടുള്ള ക്ലൈമറ്റ് ടോളറേറ്റ് ചെയ്ത് ഗ്രോ ചെയ്യാൻ പറ്റും. അതിനായിട്ടാണ് ആ ഒരു സിസ്റ്റം കാക്ടസ് ചെടികളിൽ ഉള്ളത്. ഫ്ലഷി സ്റ്റെമ്മും പിന്നെ അതേപോലെ വേറെയും കുറച്ച് കാര്യങ്ങളുണ്ട്. പക്ഷെ തൽക്കാലം നമുക്കിവിടെ ഇത്ര അറിഞ്ഞാൽ മതി. ഓക്കെ, ഇനി അതേപോലെ നമ്മുടെ ഡിയോദർ ട്രീ നേരത്തെ പറഞ്ഞില്ലേ,
അപ്പോൾ അവിടെ എന്തിനാണ് ആ ഒരു ട്രീ ആ ഒരു ഷേപ്പിൽ, ആ ഒരു കോണിൻ്റെ ഷേപ്പിൽ തന്നെ ഉള്ളത്? ഇവിടെ മഞ്ഞ് വീഴുമ്പോൾ ഇതിങ്ങനെ സ്ലൈഡ് ഓഫായി താഴോട്ട് വീഴാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടൈപ്പ് ഓഫ് കോൺ ഷേപ്പിൽ ഈ ചെടി അല്ലെങ്കിൽ ഈ ഒരു ട്രീ അങ്ങനെ ഇവോൾവ് ആയി വന്നിട്ടുള്ളത്. ഓക്കെ, ദ ട്രീസ് ഹാവ് ദ എബിലിറ്റി ടു ലെറ്റ് ദ സ്നോ സ്ലൈഡ് ഓഫ് ഈസിലി. അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു ഷേപ്പിൽ നമ്മുടെ ഡിയോദർ ട്രീ ഉള്ളത്. ഓക്കെ, ഇനി ക്യാമൽസിനെ പറ്റിയാണ് പറയുന്നത്. ക്യാമൽസ് 2 ടൈപ്പ് ക്യാമൽസ് ഉണ്ട് ബേസിക്കലി. ഒന്ന് നമ്മുടെ കോൾഡ് ഡെസേർട്ടിലും ഒന്ന് നമ്മുടെ ഹോട്ട് ഡെസേർട്ടിലും. 2 ടൈപ്പ് ഡെസേർട്ട് ഉണ്ടെന്ന് അറിയാമല്ലോ, അറിഞ്ഞുകൂടെങ്കിൽ കേട്ടോ. 2 ടൈപ്പ് ഡെസേർട്ട് ഉണ്ട്. ഒന്ന് നമ്മുടെ ഹോട്ട് ഡെസേർട്ടും ഉണ്ട്, പിന്നെ കോൾഡ് ഡെസേർട്ടും ഉണ്ട്. ഹോട്ട് ഡെസേർട്ട് നമ്മുടെ രാജസ്ഥാനിലാണ് ഇന്ത്യയിൽ പൊതുവെ കാണപ്പെടുന്നത്. കോൾഡ് ഡെസേർട്ട് ആണെങ്കിൽ നമ്മൾ ലഡാക്കിലാണ് കാണപ്പെടുന്നത്. ഓക്കെ, സിമ്പിൾ. ഇനി ക്യാമൽ ഹോട്ട് ഡെസേർട്ടിലാണെങ്കിൽ ക്യാമൽസിൻ്റെ ഡിഫറൻസ് ഹോട്ട് ഡെസേർട്ടിലും കോൾഡ് ഡെസേർട്ടിലും എന്തൊക്കെയാണെന്നാണ് ഈ പടം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. കോൾഡ് ഡെസേർട്ടിലാണെങ്കിൽ ഓബിയസ്ലി ഫർ കൂടുതലായിരിക്കും. എന്താ ഇവിടെ ഒരു ഹമ്പേ ഉള്ളൂ, ഇവിടെ ഇതിന് 2 ഹമ്പുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. ഇത് കുറച്ചുകൂടെ ടോളറാണ്, ഇത് ഷോർട്ടറാണ്. ഓക്കെ, അവിടെ നിന്ന് തന്നെ നമുക്ക് പിക്ചർ ചെയ്യുന്നതിനെ ക്ലിയർ ആണ് പല കാര്യവും. ഇനി ഇതവിടെ പറഞ്ഞിട്ടുണ്ട് ലോങ് ലെഗ്സ് ആണ് ഹോട്ട് ഡെസേർട്ടിലെ ക്യാമൽസിനുള്ളത്. വൈഡ് ഹൂഫാണ്. കാരണം വേറെ ഒന്നുമല്ല, അവർക്ക് സാൻഡിൽ നടക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെറ്റപ്പ് അവരുടെ ബോഡിയിലുള്ളത്. ഓക്കെ, ഇനി അടുത്ത നമ്മൾ നോക്കുകയാണെങ്കിൽ കോൾഡ് ഡെസേർട്ട്. കോൾഡ് ഡെസേർട്ടിലെ ക്യാമൽസിൻ്റെ ഹൈറ്റ് ലെഗും കുറവായിരിക്കും. ഐ മീൻ ലെഗിൻ്റെ ഹൈറ്റും പൊതുവേ ഉള്ള ഹൈറ്റും കുറവായിരിക്കും. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മൗണ്ടൻസിൽ ഈസി ആയിട്ട് വാക്ക് ചെയ്യാനാണ്. ഒരുപാട് നീളമുള്ള കാലാണെങ്കിൽ ഓബിയസ്ലി നടക്കാൻ പാടായിരിക്കത്തില്ലേ മൗണ്ടൻസിലൊക്കെ. അത്രേ ഉള്ളൂ. അടുത്ത നമുക്ക് നോക്കാം. ഹോട്ട് ഡെസേർട്ടിലെ ക്യാമലിനാണെങ്കിൽ 1 ഹമ്പേ ഉള്ളൂ. പക്ഷേ കോൾഡ് ഡെസേർട്ടിലെ ക്യാമലിനാണെങ്കിൽ 2 ഹമ്പുണ്ട്. അത് മാത്രമല്ല വിൻറ്റേഴ്സിൽ ഈ ഹമ്പ് ഷ്രിങ്ക് ആവുമെന്നാണ് പറയുന്നത്. കാരണം വേറൊന്നുമല്ല, ഫുഡില്ല. അപ്പം അവിടെ സ്റ്റോർ ചെയ്തേക്കുന്ന ഫുഡ് യൂട്ടിലൈസ് ചെയ്ത് ആ ഒരു ടൈമിൽ ആ ഹംസ് ഷ്രിങ്ക് ആവും. അത്രേ ഉള്ളൂ. ഇനി നമ്മൾ റോഡോഡെൻഡ്രോണിനെ പറ്റിയാണ് പറയുന്നത്. ഇത് ബേസിക്കലി ഒരു പ്ലാന്റ് ആണ്. അതായി കാണുന്നതാണ് റോഡോഡെൻഡ്രോൺ. ഓക്കെ, ഇത് നമ്മളെ ഷോല ഫോറസ്റ്റ് റേഞ്ചിൽ കാണപ്പെടുന്ന റോഡോഡെൻഡ്രോണിനെ പറ്റിയാണ് പറയുന്നത്. അവിടെ ഉള്ളവർക്ക് റോഡോഡെൻഡ്രോൺ ആണെങ്കിൽ അതിന് ഷോർട്ട് ഹൈറ്റ് ആയിരിക്കും, സ്മോളർ ലീവ്സ് ആയിരിക്കും. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഹെവി വിൻഡ് ഉണ്ട്, മൗണ്ടൻ ആയതുകൊണ്ട്. അപ്പോൾ അത് കാരണം അവിടെ അതങ്ങനെയാണ് കാണപ്പെടുന്നത്. പക്ഷേ നമ്മൾ സിക്കിമിലെ ഒരു എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. സിക്കിമിലാണെങ്കിൽ റോഡോഡെൻഡ്രോൺസ് ടോളറാണ്. കാരണം എന്താണ്? അവിടുത്തെ കണ്ടീഷൻസ് അങ്ങനെയാണ്. അപ്പോൾ ബേസിക്കലി ഈവൻ പ്ലാന്റ്സ് ആണെങ്കിൽ പോലും, നമ്മൾ ആനിമൽസിനെ പോലെ തന്നെ പ്ലാന്റ്സ് ആണെങ്കിൽ പോലും പല ഡിഫറെൻറ്റ് ഫീച്ചേഴ്സും പല റീജിയൻസിലും സർവൈവ് ചെയ്യാൻ വേണ്ടി പല ഡിഫറെൻറ്റ് ഫീച്ചേഴ്സ് അവർ എക്സിബിറ്റ് ചെയ്യും. അത്രേ ഉള്ളൂ, സിമ്പിളാണ്. അപ്പോൾ സിക്കിമിൽ ഒരു ടൈപ്പ് രീതിയിലായിരിക്കും റോഡോഡെൻഡ്രോൺ ഉള്ളത്. ചിലപ്പോൾ ഹൈറ്റ് കൂടുതലായിരിക്കും, ഹൈറ്റ് കുറവായിരിക്കും. അത് ഓരോ സ്ഥലം ഡിപ്പെൻഡ് ചെയ്ത് അവിടെ ഉള്ള കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും അത് വളർന്നു വരുന്നത്. ഓക്കെ, ഇനി ദ സ്പെഷ്യൽ ഫീച്ചേഴ്സ് ദാറ്റ് എനേബിൾസ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ടു സർവൈവ് ഇൻ എ പെർട്ടിക്കുലർ റീജിയൻ, അതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഈ കാര്യത്തിനാണ് നമ്മൾ അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു എൻവയോൺമെൻറ്റായിട്ട് അഡാപ്റ്റ് ആവുന്നതിനെ പറ്റിയാണ് നമ്മളിവിടെ പറയുന്നത്. ഓക്കെ, അതിനെയാണ് അഡാപ്റ്റേഷൻസ് എന്ന് പറയുന്നത്. ഇനി നമ്മളെ പ്ലേസ് വെയർ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ലിവ് ഈസ് കോൾഡ് ഹാബിറ്റാറ്റ്. ഇപ്പോൾ ടർട്ടിലിൻ്റെ ഹാബിറ്റാറ്റ് എവിടെയാണ്? ഓഷനാണ്. ക്യാമലിൻ്റെ ഹാബിറ്റാറ്റ് എവിടെയാണ്? ഡെസേർട്ടാണ്. സിമ്പിൾ. ഇനി അടുത്തൊരു ബോക്സ് നമുക്ക് വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ സലീം അലിയെക്കുറിച്ചാണ് പറയുന്നത്. സലീം അലി born in 1896, died in 1987, traveled across India to observe diversity in birds. അപ്പോൾ ബേർഡ്സിൻ്റെ ഡൈവേഴ്സിറ്റി ഒബ്സർവ് ചെയ്ത് ട്രാവൽ ചെയ്തു. എവിടെ? ഇന്ത്യ മുഴുവൻ. ആര്? സലീം അലി. ഓക്കെ, ആൻഡ് ഹീ പ്രിപ്പയർഡ് എ ലിസ്റ്റ് ഓഫ് ബേർഡ്സ്. ഒരു ലിസ്റ്റ് ഓഫ് ബേർഡ്സ് ഉണ്ടാക്കി എന്നിട്ട് ഡോക്യുമെൻ്റ് ചെയ്തു. അവരുടെ ട്രാവൽ റൂട്ട്സും ഹാബിറ്റാറ്റും ഒക്കെ ഡോക്യുമെൻ്റ് ചെയ്തു. നമുക്കറിയാമല്ലോ ബേർഡ്സൊക്കെ മൈഗ്രേറ്ററി സ്പീഷീസ് ഉണ്ട്, അങ്ങനെ പല ടൈപ്പ് ഉണ്ട്. അപ്പോൾ അവർ ഒരുപാട് ട്രാവൽ ചെയ്യും. അപ്പോൾ ഈ ട്രാവൽ ചെയ്യുന്ന സ്പീഷീസ് ട്രാവൽ ചെയ്യുന്ന ഈ ബേർഡ്സിൻ്റെ ട്രാവൽ റൂട്ട്സും അവരുടെ ഹാബിറ്റാറ്റും ഒക്കെ പുള്ളിക്കാരൻ ഡോക്യുമെൻ്റ് ചെയ്തു. He recorded the regions with high diversity of birds and took measures to conserve these regions. അപ്പോൾ ഒരുപാട് ഡൈവേഴ്സിറ്റി ഉള്ള റീജിയൻസിലെ ബേർഡ്സിൻ്റെ ഡൈവേഴ്സിറ്റി ഒരുപാടുള്ള റീജിയൻസിൻ്റെ
ആ റീജൻസ് നോട്ട് ചെയ്തതിന് ശേഷം അത് കൺസർവ് ചെയ്യാൻ പുള്ളിക്കാരൻ തീരുമാനിച്ചു. അപ്പോൾ കിയോലഡിയോ നാഷണൽ പാർക്ക് നമ്മുടെ എവിടെയാണ്, രാജസ്ഥാനിലാണ്. രംഗനത്തിട്ടു ബേർഡ് സാങ്ച്വറി എവിടെയാണ്, കർണാടകയിലാണ്. ഇതെല്ലാം പുള്ളിക്കാരൻ പ്രിസർവ് ചെയ്ത റീജൻസിന് എക്സാമ്പിളാണ്. ഓക്കെ. പുള്ളിക്കാരൻ ഓൾസോ റോട്ട് എ ലാൻഡ്മാർക്ക് സീരീസ് ഓഫ് 10 ബുക്സ്. 10 ബുക്കുകൾ എഴുതിയായിരുന്നു പുള്ളിക്കാരൻ. ഒബ്വിയസ്ലി ബേർഡ്സിൻ്റെ ടോപ്പിക്കിലാണ് എഴുതിയത്. ബേർഡ്സ് ഓഫ് ഇന്ത്യൻ സബ് കോണ്ടിനെൻ്റ് എന്നുള്ള ടോപ്പിക്കിലാണ് എഴുതിയത്. പുള്ളിക്കാരനെ ഓൾസോ നമ്മൾ ബേർഡ് മാൻ ഓഫ് ഇന്ത്യ എന്ന് വിളിക്കപ്പെടും. ഓക്കെ. ബേർഡ് മാൻ ഓഫ് ഇന്ത്യ ആരാണപ്പം? സലീം അലിയാണ്. ഓക്കെ. പുള്ളിക്കാരന് ഹി വാസ് അവാർഡഡ് പത്മവിഭൂഷൺ ഇൻ 1976. 1976 പത്മഭൂഷണും അവാർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, സിമ്പിൾ. ഇനി നമുക്ക് ഒരു ബോക്സും കൂടെ വരുന്നുണ്ട്. ഇവിടെ ജസ്റ്റ് ആംഫിബിയൻസിനെ പറ്റി പറയുന്നുണ്ട്. കരയിലും വെള്ളത്തിലും ജീവിക്കാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ആനിമൽസിനെയാണ് നമ്മൾ ആംഫിബിയൻസ് എന്ന് പറയുന്നത്. അതേപോലെ വെള്ളത്തിൽ ജീവിക്കുന്ന പ്ലാന്റ്സിനെ നമ്മൾ അക്വാറ്റിക് പ്ലാന്റ്സ് എന്നൊക്കെ പറയും. സിമ്പിളാണ്. ഇവിടെ ഒരു ബോക്സ് വന്നിട്ടുണ്ട്. മെയിനായിട്ട് പറയുന്നത് ഈ ഹ്യൂമൻ ആക്ടിവിറ്റീസ് കാരണം ഉണ്ടാകുന്ന നാച്ചുറൽ ഹാബിറ്റാറ്റിൻ്റെ ഡിക്ലൈൻ കാരണം ഉള്ള കുറച്ച് പ്രശ്നത്തെ പറ്റിയൊക്കെയാണ് പറയുന്നത്. ദ പോപ്പുലേഷൻ ഓഫ് ബംഗാൾ ടൈഗർ, ചീറ്റ, ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റേർഡ്. ഓക്കെ, ഇതൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ പോപ്പുലേഷൻ കുറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്. കാരണം എന്താണ്? നമ്മളെ നാച്ചുറൽ ഹാബിറ്റാറ്റിൻ്റെ ലോസാണ്. കാരണക്കാരൻ ഒബ്വിയസ്ലി നമ്മളെ മനുഷ്യർ തന്നെയാണ്. ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഹാസ് ഇനിഷ്യേറ്റഡ് സെവറൽ പ്രോജക്ട്സ്. അപ്പോൾ ഈ ബയോഡൈവേഴ്സിറ്റി കൺസർവ് ചെയ്യാനായിട്ട് നമ്മളെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒരുപാട് പ്രോജക്ട്സ് ഒക്കെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പ്രോജക്റ്റ് ടൈഗർ അതിനൊരു എക്സാമ്പിളാണ്. ഇനിഷ്യേറ്റഡ് ഇൻ 1973. ഈ വർഷം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, അത് ചോദിക്കാറുണ്ട് പല എക്സാംസിനും. ഇപ്പോൾ നോട്ട് ചെയ്ത് വെച്ചേക്കുക. 1973 പ്രോജക്റ്റ് ടൈഗർ ടു പ്രൊട്ടക്ട് ദ ഡിക്ലൈനിങ് പോപ്പുലേഷൻ ഓഫ് ബംഗാൾ ടൈഗർ. ബംഗാൾ ടൈഗറിന് വേണ്ടിയിട്ടാണ് അപ്പോൾ പ്രോജക്റ്റ് ടൈഗർ ലോഞ്ച് ചെയ്തത്. പിന്നെ ചീറ്റ റീഇൻട്രൊഡക്ഷൻ പ്രോജക്റ്റ്, ഇത് 2022 വന്നത്. ഇത് ശ്രദ്ധിച്ചോണോടാ, കാര്യം ഇത് പുതിയ NCERT ടെക്സ്റ്റ് ബുക്കാണ്. അപ്പോൾ പുതിയ ഡേറ്റയാണ്. ഇത് അധികം എക്സാംസിന് അങ്ങനെ കണ്ടിട്ടില്ല ചോദിച്ചു. അപ്പോൾ ഇനിയുള്ള എക്സാംസിനൊക്കെ വരാൻ സാധ്യതയുണ്ട്, പുതിയ NCERT ഉൾപ്പെടുത്തിയിട്ടുള്ളതുകൊണ്ട്. ഇപ്പോൾ ചീറ്റ റീഇൻട്രൊഡക്ഷൻ പ്രോജക്റ്റ് 2022 ടു റീസ്റ്റോർ ദ പോപ്പുലേഷൻ ഓഫ് ചീറ്റ. ഓബ്വിയസ്ലി ചീറ്റയെ കുറിച്ചായിരിക്കും അത്. പിന്നെ സിമിലർലി ഹാബിറ്റാറ്റ്സ് ഓഫ് ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റേർഡ്. ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റേർഡ് എന്ന് പറഞ്ഞാൽ ഒരു ബേർഡാണ് കേട്ടോ, അതായത് ഇവിടെ കാണിക്കുന്ന ബേർഡാണിത്. ഓക്കെ, അപ്പോൾ അവരുടെ ഹാബിറ്റാറ്റ് കൺസർവ് ചെയ്യാനും പല പ്രോജക്ട്സും തുടങ്ങിയിട്ടുണ്ട്. ഡിക്ലെയർഡ് ആസ് പ്രൊട്ടക്റ്റഡ് ഏരിയാസ് ഇൻ ഗുജറാത്ത്, രാജസ്ഥാൻ, മഹാരാഷ്ട്രയിലൊക്കെ ആയിരിക്കും അപ്പോൾ അവരെ കാണപ്പെടുന്നത്. അവിടെയാണ് ഇതിൻ്റെ കൺസർവേഷനൊക്കെ നടക്കുന്നത്. ഓക്കെ, ഇനി ഒരു ബോക്സും കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. ബേസിക്കലി വെസ്റ്റേൺ ഗാർഡ്സിൽ സേക്രഡ് ഗ്രോവ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. സേക്രഡ് ഗ്രോവ്സ് ആർ അൺഡിസ്ട്രിബ്യൂട്ടഡ് പാച്ചസ് ഓഫ് ഫോറസ്റ്റ്. എവിടെ? നമ്മൾ വെസ്റ്റേൺ ഗാർഡ്സിൻ്റെ എക്സാമ്പിളാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. സേക്രഡ് ഗ്രോവ്സ് ദെയർ സൈസസ് മേ വേരി. അപ്പം ചെറുതായിരിക്കാം, വലുതായിരിക്കാം. ഹോം ടു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. മെഡിസിനൽ പ്ലാന്റ്സിനും ഒക്കെ ഹോമാണ്. പ്രൊട്ടക്റ്റഡ് ബൈ ലോക്കൽ കമ്മ്യൂണിറ്റിയാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. നോ വൺ ഈസ് അലൗഡ് ടു ഹാം എനി ആനിമൽസ് ആൻഡ് കട്ട് ട്രീസ്. അപ്പോൾ ആർക്കും ആനിമൽസിനെ ഹേർട്ട് ചെയ്യാനും പറ്റില്ല, ട്രീസിനെ കട്ട് ചെയ്യാനും പറ്റില്ല. ആ ഏരിയ ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റില്ല ബേസിക്കലി. അപ്പോൾ ദിസ് വേ സേക്രഡ് ഗ്രോവ്സ് ആർ കമ്മ്യൂണിറ്റി പ്രൊട്ടക്റ്റഡ് ട്രഷർ ഓഫ് ബയോഡൈവേഴ്സിറ്റി. ബേസിക്കലി നമ്മളെ കാവില്ലേ, നമ്മുടെ ഇവിടെയുള്ള കാവുകളൊക്കെ പറ്റിയാണ് പറയുന്നത്. അത് തന്നെയാണ് സേക്രഡ് ഗ്രോവ്സ് എന്ന് പേരിട്ടേക്കുന്നത്. ഓക്കെടാ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചാപ്റ്റർ 2. ഏകദേശം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ പോയിൻറ്റ്സും ടച്ച് ചെയ്ത് തന്നെയാണ് പോയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലേലിസ്റ്റിൽ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.